വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഷിയാൻ ആരും ഉണരാതിരിക്കാൻ ശബ്ദമുണ്ടാക്കാതെയാണ് മുറിയിലേക്ക് കയറിയത്. മേശയ്ക്കരികിൽ വന്ന് അവൾ ഡയറി എടുത്തപ്പോഴേക്കും അവൾ വന്നതറിഞ്ഞ അമ്മ മുറിയുടെ വാതിൽക്കലെത്തുന്നു. അമ്മ പുറകിലെത്തിയെന്ന് മനസ്സിലായപ്പോൾ ഡയറി മറയ്ക്കാൻ അവൾ മറ്റൊരു പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ഇത്ര സമയമായിട്ട് നീ ഉറങ്ങാതിരുന്ന് എന്ത് ചെയ്യുകയാണെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ തിരിഞ്ഞ് ഉറക്കം വരുന്ന പോലെ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നതിനാൽ അമ്മ പോകുന്നുണ്ട്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പുസ്തകം മാറ്റി വെച്ചിട്ട് അവൾ ഡയറി വീണ്ടും എടുത്ത് വരയ്ക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് കയ്യിലേക്ക് നോക്കി സിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയതോർത്ത് ന്യൂ ഇയർ തുടങ്ങുന്ന നിമിഷത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളയാൾ അടുത്ത ന്യൂ ഇയറിന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞതാരായാലും അത് സത്യമായിരിക്കണേ എന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. അന്ന് കണ്ട ഫയർ ഷോയുടെ അതിമനോഹരമായ ഒരു ചിത്രമാണ് അവൾ വരച്ചത്. അടുത്ത ദിവസം കൂട്ടുകാർക്കൊപ്പം അവൾ വിഷ് ലാൻഡൻ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ലാൻഡൻ വാങ്ങി ഷാദിയും ഷിയാനും കൂടി തങ്ങളുടെ ആഗ്രഹം അതിൽ എഴുതാനിരുന്നപ്പോൾ ഷിഷിയും അവർക്കൊപ്പം ചെന്നെങ്കിലും ഷാദി അവനെ ഓടിച്ചു വിടുന്നു. ലാൻഡൻ പറത്തിവിടാനായി നിന്നപ്പോൾ നീ എന്താഗ്രഹമാണ് എഴുതിയതെന്ന് സിയ ഷിയാനോട് ചോദിക്കുന്നു. അടുത്ത സെമസ്റ്ററിൽ നീ എൻ്റെ ഡെസ്ക്മേറ്റ് ആയിരിക്കല്ലേ എന്നാണ് ഞാൻ വിഷ് ചെയ്തത് എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചിട്ട് അടുത്ത സെമസ്റ്ററിൽ ഞാൻ നിൻ്റെ ഡെസ്ക്മേറ്റ് ആയാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ആഗ്രഹം സാധിച്ചില്ല എന്നാണ് എന്നവൻ പറയുന്നു. അവർ ഒരുമിച്ച് ലാൻഡൻ പറത്തിവിടുന്നു. അടുത്ത സെമസ്റ്ററിലും എൻ്റെ ഡെസ്ക്മേറ്റ് സിയ ആയിരിക്കണമേ എന്ന് ഷിയാനും എൻ്റെ ഡെസ്ക്മേറ്റ് ഷിയാൻ ആയിരിക്കണമേ എന്ന് സിയയും തങ്ങളുടെ ആഗ്രഹമായി എഴുതിയിരുന്നു. പക്ഷേ പരസ്പരം രണ്ടുപേരും അത് സമ്മതിക്കുന്നില്ല. മടങ്ങുന്ന വഴിക്ക് പതിവ് പോലെ ഷാദിയും ഷിഷിയും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നുണ്ട്. എനിക്കൊരു പുതിയ ഡെസ്ക്മേറ്റിനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഷാദി പറഞ്ഞപ്പോൾ നീ തന്നെ ആയിരിക്കണം ഡെസ്ക്മേറ്റ് എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചല്ലോ, എൻ്റെ വിഷ് വെറുതെ വേസ്റ്റ് ആക്കേണ്ടിയിരുന്നില്ല എന്ന് ഷിഷി പറഞ്ഞപ്പോൾ നീ ശരിക്കും അതാണോ ആഗ്രഹിച്ചത് എന്ന് ഷാദി സന്തോഷത്തോടെ ചോദിക്കുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതില്ലെന്ന് ഷിഷി കളിയാക്കിയപ്പോൾ ഷാദി അവൻ്റെ അടി കൊടുത്തിട്ട് നിന്നോട് ഞാൻ ഇനി മിണ്ടില്ല എന്നവൾ പറയുന്നു. എനിക്ക് പുതിയൊരു ഗെയിം കൺസോൾ കിട്ടണേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ നിൻ്റെ ഡെസ്ക്മേറ്റ് ആയിരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ കള്ളം പറഞ്ഞതല്ല എന്ന് ഷിഷി പറഞ്ഞപ്പോൾ ഷാദിയുടെ പിണക്കം മാറി അവൾ പുഞ്ചിരിക്കുന്നു. എൻ്റെ വിഷ് എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് എന്നോടും പറയാൻ അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞവൾ ഓടിപ്പോകുന്നു. അവധി ദിവസം മുഴുവൻ തണുപ്പ് വകവയ്ക്കാതെ കൂട്ടുകാർക്കൊപ്പം കറക്കമായിരുന്നതിനാൽ അവധി കഴിഞ്ഞപ്പോഴേക്കും ഷിയാനെ പനി പിടിച്ചിരുന്നു. പരീക്ഷ ആയതിനാൽ ലീവ് എടുക്കാനും കഴിയില്ല. ഡെസ്കിൽ തലവെച്ച് ക്ഷീണിച്ച് കിടക്കുമ്പോൾ അമ്മ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു. കൂടുതൽ ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഷിയാൻ സങ്കടത്തോടെ പറയുന്നു. ക്ലാസ്സിലേക്ക് വന്ന സിയയ്ക്ക് ഷിയാൻ്റെ കിടപ്പ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. നിന്നോട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നതല്ലേ എന്ന് അവൻ കുറ്റപ്പെടുത്തുന്നു. ഇപ്രാവശ്യം എൻ്റെ കാര്യം പോക്കാണ് എന്നവൾ പറഞ്ഞപ്പോൾ സാരമില്ല, പറ്റുന്ന പോലെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞവൻ തൻ്റെ സീറ്റിലേക്ക് പോകുന്നു. ഷിയാനെ പരീക്ഷ നന്നായി എഴുതാനേ കഴിഞ്ഞില്ല. സിയ ഇടയ്ക്ക് തിരിഞ്ഞവളെ നോക്കുന്നുണ്ടായിരുന്നു. സിയയാണ് ആദ്യം പരീക്ഷ എഴുതി കഴിഞ്ഞ് എഴുന്നേറ്റ് പോയത്. ഷിയാൻ വിഷമത്തോടെ അത് നോക്കി ഇരിക്കുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുമ്പോൾ ഇത്തവണ സീറ്റ് മാറേണ്ടി വരുമായിരിക്കും, അവധിക്ക് കറങ്ങി നടക്കാതെ ഇരുന്ന് പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഷിയാനും ഷാദിയും വിഷമത്തോടെ പറയുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അതൊന്നും ആലോചിച്ച് തല പുകയ്ക്കേണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ സിയ ഷിയാനോട് പറയുന്നു. അവനും ശിഷിയും പോകാൻ എഴുന്നേറ്റിട്ടും അവൾ വിഷമിച്ച് ഡെസ്കിൽ തലവെച്ച് കിടക്കുന്നത് കണ്ട് അവളെ പിടിച്ചുകൊണ്ട് വരാൻ അവൻ ഷാദിയെ ആംഗ്യം കാണിക്കുന്നു. അവൾ എഴുന്നേറ്റ് ഷിയാനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ പനി കാരണം അവൾ ലീവ് എടുത്തു. അന്ന് വൈകിട്ട് സിയെ അവളെ കാണാൻ വീട്ടിലെത്തുന്നു. നിൻ്റെ ഹോംവർക്ക് തരാൻ സിയെ വന്നിട്ടുണ്ട് എന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അതുവരെ മുഖം പിഴിഞ്ഞ് തുമ്മലും ചിരിലുമായി കട്ടിൽ കിടന്നിരുന്ന ഷിയാൻ ചാടി എണീറ്റ് അലങ്കോലമായി കിടന്നിരുന്നെല്ലാം സ്പീഡിൽ വൃത്തിയാക്കുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നല്ല കുട്ടിയായി കട്ടിലിൽ ഇരിക്കുന്നുമുണ്ട്. സിയയ്ക്കൊപ്പം അകത്തേക്ക് വന്ന അമ്മ ചെയറിലേക്ക് രൂക്ഷമായി നോക്കുന്നത് കണ്ടപ്പോഴാണ് അവിടെ കിടന്ന ഷെമീസ് അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവളെ അടുത്ത് പുതപ്പിനടിയിൽ ഒളിപ്പിക്കുന്നു. ക്ലാസ് മിസ്സായതല്ലേ, അവധിക്ക് ചെയ്യാനുള്ള അസൈൻമെൻറ്റുമുണ്ട്, അത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയിക്കോളാമെന്ന് സിയെ പറഞ്ഞപ്പോൾ അതിനെന്താ ഇവിടെ നിന്ന് സംസാരിച്ചോ എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുന്നു. സിയ മുറിയിലിരിക്കുമ്പോൾ തൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോകളിലേക്ക് നോക്കുന്നത് കണ്ട് ഷിയാൻ ഓടിച്ചെന്ന് മറച്ചു പിടിച്ചിട്ട് നീ എൻ്റെ മുറിയിലേക്ക് വന്നത് ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഇവിടെയുള്ളതൊന്നും നോക്കരുത് എന്നവൾ പറയുന്നു. നിൻ്റെ പനി ഇതുവരെ മാറിയിട്ടില്ല, അടങ്ങി ഇവിടെ ഇരിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ തിരികെ കട്ടിലിൽ ചെന്നിരിക്കുന്നു. അവൻ ഫോട്ടോസ് ഒന്നുകൂടി നോക്കിയിട്ട് കസേരയിൽ ചെന്നിരിക്കുന്നു. കട്ടിലിരിക്കുന്ന ദിനോസർ പാവയിലേക്ക് അവൻ നോക്കുന്നത് കണ്ട് നീ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞവൾ അതും ഒളിപ്പിക്കുന്നു. നിനക്ക് അമ്മയോട് പറയാൻ പറ്റാത്തതായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നീ എന്തിനാണ് എൻ്റെ മുറിയിലേക്ക് വന്നത് എന്നവൾ ചോദിച്ചപ്പോൾ നിൻ്റെ റിപ്പോർട്ട് കാർഡ് നേരിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു, കഷ്ടമായി പോയി എന്നവൻ പറയുന്നു. റിപ്പോർട്ട് കാർഡ് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ കൈ നീട്ടിയെങ്കിലും അവനത് അവളുടെ കയ്യിൽ കൊടുക്കാതെ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൾ നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് നോട്ട്സും ഹോംവർക്കും എടുത്തു വയ്ക്കുന്നു. അവൾ ടെൻഷനായിരിക്കുന്ന കണ്ട് അവൻ തന്നെ കാർഡ് എടുത്ത് അവൾക്ക് നീട്ടിയിട്ട് നീ ടെൻഷൻ ആവണ്ട, നീ വിചാരിക്കുന്ന അത്ര മോശമായിട്ടില്ല, ഈ അസുഖവും വെച്ച് ഇത്ര മാർക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് എന്ന് അവൻ പറയുന്നു. പക്ഷേ റിപ്പോർട്ട് കണ്ട് ഷിയാൻ്റെ മുഖത്ത് നിരാശയാണ് ഉണ്ടായത്. അവളുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് നിനക്കറിയണ്ടേ എന്ന് അവൻ ചോദിക്കുന്നു. വേണ്ട എന്നോട് പറയണ്ട, എനിക്ക് അതുകൂടി ചിന്തിച്ച് ടെൻഷൻ അടിക്കാൻ വയ്യ എന്നവൾ പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ പറയുന്നില്ല, ആദ്യം നീ നിൻ്റെ അസുഖം ഭേദമാക്കാൻ നോക്ക്. ഇനി വരുന്ന ഹോളിഡേയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ നിനക്ക് മിസ്സായ പോർഷൻസ് ഞാൻ വന്ന് പറഞ്ഞു തരാം, പ്രത്യേകിച്ച് നിൻ്റെ മാത്സ് കുറച്ച് വീക്കാണ് എന്നവൻ പറയുന്നു. ഞങ്ങൾ സ്പ്രിംഗ് ഫെസ്റ്റിവലിൽ ഈ അവധിക്ക് നാട്ടിലേക്ക് പോവുകയാണ്, ഞാനും ഇക്കാര്യം അറിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ എന്നവൾ പറയുന്നു. അവൻ പെട്ടെന്ന് മേശപ്പുറത്ത് നിന്നൊരു പേപ്പറിൽ തൻ്റെ നമ്പർ എഴുതിയിട്ട് ഇത് എൻ്റെ ഫോൺ നമ്പറാണ്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി,
ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞവൻ പോകാൻ എഴുന്നേൽക്കുന്നു. വാതിൽക്കലെത്തിയപ്പോൾ തിരിഞ്ഞു നിന്ന് അടുത്ത സെമസ്റ്ററിൽ കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കാർഡിലേക്ക് നോക്കി അവൾ സീറ്റ് മാറേണ്ടി വരുമല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നുണ്ട്. സിയെ വീട്ടിലെത്തിയപ്പോൾ അമ്മ സ്പ്രിംഗ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചൈനീസ് ന്യൂ ഇയർ ആണ് വരുന്നത്. വിഷു കഴിഞ്ഞിട്ട് നൽകുന്നത് പോലെ എല്ലാവർക്കും നൽകാനുള്ള റെഡ് എൻവലപ്പ് തയ്യാറാക്കുകയായിരുന്നു അമ്മ. അവനും അമ്മയ്ക്കൊപ്പം ചെയ്തതിന് സഹായിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ന്യൂ ഇയർ ആയിട്ട് പോലും വീട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇത്ര തിരക്കുള്ള മനുഷ്യരുണ്ടോ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് മടുത്തു എന്നൊക്കെ അമ്മ പല പരാതികളും അവനോട് പറയുന്നുണ്ട്. സംസാരത്തിനിടയിൽ ഷിയാനും കുടുംബവും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നെന്ന വിവരം പറഞ്ഞിട്ട് അവൾക്ക് ഫോണില്ലാത്തത് കൊണ്ട് അവളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആൻറ്റിയുടെയോ അങ്കിളിൻ്റെയോ ഫോണിലേക്ക് വിളിക്കേണ്ടി വരും. അമ്മയ്ക്ക് അവരുടെ നാട്ടിലെ നമ്പർ അറിയാമോ എന്നവൻ സൂത്രത്തിൽ ചോദിക്കുന്നു. നിനക്കങ്ങനെ ആരോട് സംസാരിക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നില്ലല്ലോ. നിനക്ക് തനിച്ച് അവളോട് എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ സിയെ ആദ്യം ഒന്ന് പരുകുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചമ്മൽ മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്പർ എനിക്കല്ല ഷാദിക്കാണ്. പെൺപിള്ളേരുടെ കാര്യം അറിയാമല്ലോ, അവർക്കിങ്ങനെ ഇടയ്ക്കിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവൾ എന്നോട് നമ്പർ ചോദിച്ചതാണ് എന്നവൻ പറയുന്നു. അമ്മ വിശ്വാസം വരാത്ത രീതിയിൽ അവനെ നോക്കിയപ്പോൾ അവൻ ചമ്മൽ മറിക്കാനായി അമ്മ പുതുതായി വാങ്ങിയ ചെടികളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അവൻ്റെ വെപ്രാളം കണ്ട് അമ്മ ചിരി അടക്കിക്കൊണ്ട് ഞാൻ നമ്പർ ചോദിച്ച് വാങ്ങിത്തരാമെന്ന് പറയുന്നു. കാര്യം നടക്കുമെന്നായപ്പോൾ സിയ സഹായമൊക്കെ മതിയാക്കി അകത്തേക്ക് കയറി പോകുമ്പോഴും നമ്പർ ശരിക്കും ഞാനല്ല ചോദിച്ചത് എന്നവൻ പറയുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോൾ അമ്മ തനിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പറഞ്ഞിരുന്നത് പോലെ ഷിയാനും കുടുംബവും നാട്ടിലേക്ക് പോകുന്നു. അവിടെ അവർക്കൊപ്പം ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ ബോസോങ്ങും ഉണ്ടായിരുന്നു. ഷിയാനും അവനും കൂടിയാണ് അലങ്കാരങ്ങളൊക്കെ തയ്യാറാക്കിയത്. ഒരുമിച്ചിരുന്ന് സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഫൈനൽ എക്സാം നന്നായി എഴുതാൻ കഴിയാഞ്ഞതുകൊണ്ട് അടുത്ത സെമസ്റ്ററിൽ ഡെസ്ക്മേറ്റിനെ മാറ്റേണ്ടി വരുമോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട് എന്നവൾ പറയുന്നു. പിന്നെയും കുറച്ച് സമയം കൂടി അവർ സ്കൂളിലെയും പഠനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ബോസോങ് എന്ത് ചോദിച്ചാലും ഷിയാൻ്റെ ഉത്തരം എത്തി നിൽക്കുന്നത് സിയയിലായിരിക്കും. പക്ഷേ അവളത് അറിയുന്നുണ്ടായിരുന്നില്ല. നീ എന്തിനാണ് എപ്പോഴും നിൻ്റെ ഡെസ്ക്മേറ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവസാനം അവൻ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ വെറും ക്ലാസ്മേറ്റ്സ് മാത്രമാണ് എന്നവൾ ചെറിയ ചമ്മലോടെ പറയുന്നുണ്ട്. ശരി, ഞാൻ കളിയാക്കുന്നില്ല എന്ന് പറഞ്ഞവൻ തൽക്കാലത്തേക്ക് വിടുന്നു. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പൂത്തിരി കത്തിക്കാൻ പോകാം എന്നവൻ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ വരുന്നില്ല എന്നവൾ പറയുന്നു. അതെന്ത് പറ്റി? മുമ്പൊക്കെ നീ ആയിരുന്നല്ലോ ആദ്യം ഓടാറുള്ളത് എന്നവൻ ചോദിച്ചപ്പോൾ ഇത്തവണ വീട്ടിലിരുന്ന് ആഘോഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ എൻ്റെ അനിയനെയും കൂട്ടി പൊക്കോ എന്നവൾ പറയുന്നു. അവളുടെ മാറ്റത്തിന് കാരണം എന്താണ് എന്ന മട്ടിൽ ബോസോങ് അവളെ നോക്കുന്നുണ്ട്. അവൻ അകത്തേക്ക് പോയ സമയത്ത് സിയെ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നവൾ ചിന്തിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം വീട്ടിലിരിക്കുകയായിരുന്നു സിയെ. അപ്പോൾ അവധി കിട്ടി വീട്ടിൽ വന്നിട്ടും ഭർത്താവ് തന്നെ മൈൻഡ് ചെയ്യാതെ പുസ്തകം വായിച്ചിരിക്കുന്നതിന് അമ്മ പരാതിപ്പെട്ടപ്പോൾ നിങ്ങളും കൂടി എനിക്കൊപ്പം ജോലിസ്ഥലത്തേക്ക് വന്നു നിൽക്കാൻ പലതവണ പറഞ്ഞതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എനിക്കിവിടമാണ് ഇഷ്ടം. നിങ്ങൾക്ക് അവിടുത്തെ ജോലി മതിയാക്കി ഇവിടെ വന്ന് ജോലിക്ക് പോയിക്കൂടെ? ഞങ്ങൾക്ക് ഇവിടം വിട്ടു വരാൻ ഇഷ്ടമല്ല എന്ന് അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ എവിടെ താമസിക്കാനാണെങ്കിലും നമ്മുടെ മകൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ തന്നെ നിൽക്കണമെന്ന് നിനക്കല്ലേ നിർബന്ധം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് സിയെ ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ കഴിഞ്ഞ വെക്കേഷനല്ലേ നീ എന്നോട് പറഞ്ഞത് ഏത് സ്കൂളായാലും കുഴപ്പമില്ല, നീ വരാൻ തയ്യാറാണെന്ന് അച്ഛൻ ചോദിക്കുന്നു. അതന്നല്ലേ, ഇപ്പോൾ എൻ്റെ മനസ്സ് മാറി. ഈ സ്കൂൾ വളരെ നല്ലതാണ്, ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്നവൻ പറയുന്നു. കണ്ടോ, എനിക്കും എൻ്റെ മകനും ഇവിടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അമ്മ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 മണിയാകുന്നത് നോക്കി സിയയുടെ നമ്പറും കയ്യിൽ പിടിച്ച് ലാൻഡ് ഫോണിനടുത്ത് തന്നെ ഇരിക്കുകയാണ് ഷിയാൻ. അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയാണ് അവളുടെ ഉദ്ദേശം. സിയയും ഫോണിൽ കൈ പിടിച്ച് അതിൽ നോക്കിയിരിക്കുകയാണ്. പുതുവർഷം പിറക്കാൻ ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ടി വിയിൽ കൗണ്ട് ഡൗൺ തുടങ്ങിയപ്പോൾ അവൻ ഫോണുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഷിയാനും ഫോണിനടുത്ത് വരെ കൈ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നു. ഒറ്റ ബെല്ലിൽ തന്നെ അവൾ ചാടിക്കയറി ഫോൺ എടുക്കുന്നു. അതേസമയത്താണ് ഹാപ്പി ന്യൂ ഇയർ പറയാൻ ബോസോങ് അവൾക്ക് പുറകിലെത്തിയത്. അവൻ പുറകിൽ നിന്ന് വിളിച്ചതുപോലും കേൾക്കാതെയാണ് ഷിയാൻ ഫോൺ എടുത്തത്. അവൾ ഫോണിൽ കൂടി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നതും തുടർന്നുള്ള അവളുടെ സംസാരവും കേട്ടപ്പോൾ വിളിക്കുന്നത് സിയെ ആണെന്ന് അവനും മനസ്സിലാക്കുന്നു. അവളെ ശല്യപ്പെടുത്താതെ അവൻ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞിരുന്നു. പരസ്പരം വിഷ് ചെയ്ത ശേഷം ഷിയാൻ എക്സാമിന് നിൻ്റെ മാർക്ക് എങ്ങനെയുണ്ട് എന്ന് അവനോട് ചോദിക്കുന്നു. നിനക്കപ്പോൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടല്ലേ, പക്ഷേ പറയാൻ എനിക്ക് മനസ്സില്ല, സ്കൂൾ തുറക്കുമ്പോൾ അറിഞ്ഞാൽ മതി എന്നവൻ പറയുന്നു. സ്കൂൾ തുറക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്ത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ വലിയ കാര്യം സാധിച്ച സന്തോഷമായിരുന്നു. അവധി കഴിഞ്ഞ് സ്കൂൾ വീണ്ടും തുറന്നിരിക്കുന്നു. ക്ലാസിൻ്റെ വാതിൽക്കലെത്തി പുതിയ സീറ്റ് എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഷിയാൻ അരികിലേക്ക് വന്ന സിയ വിഷമിക്കേണ്ട, സീറ്റൊന്നും മാറിയിട്ടില്ല എന്ന് പറയുന്നു. അവൾ വിശ്വസിക്കാനാവാതെ നോക്കിയപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടവൻ അകത്തേക്ക് കയറിപ്പോകുന്നു. അപ്പോഴേക്കും ഷാദിയും അവിടെ എത്തുന്നു. രണ്ടുപേരും കൂടി സീറ്റ് അറേഞ്ച്മെൻറ്റ് ലിസ്റ്റിൽ നോക്കിയപ്പോൾ സിയെ പറഞ്ഞതുപോലെ തന്നെ സീറ്റ് മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന മട്ടിൽ രണ്ടുപേരും സിയെ നോക്കുന്നുണ്ട്. ഷാദിയുടെയും സീറ്റ് മാറിയിരുന്നില്ല. രണ്ടുപേരും സീറ്റിനടുത്തേക്ക് ചെല്ലുന്നു. ഷിയാന് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അടുത്ത് വന്നിരുന്നപ്പോൾ ഇപ്പോൾ വിശ്വാസമായി എന്ന് സിയെ ചോദിക്കുന്നുണ്ട്. നീ തന്നെയാണോ ഇത്തവണയും എൻ്റെ ഡെസ്ക്മേറ്റ് എന്ന് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ഷാദി ശിഷ്യയോട് ചോദിക്കുന്നു. വീണ്ടും നീ തന്നെ ആയിരിക്കണം എൻ്റെ ഡെസ്ക്മേറ്റ് എന്ന ആഗ്രഹം ഞാൻ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതായിരുന്നു. നീ ഇങ്ങനെ പറയുന്നത് കേട്ട് എനിക്ക് വിഷമം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാദി പുഞ്ചിരിക്കുന്നു. സിയെ തന്നെയാണ് എൻ്റെ ഡെസ്ക്മേറ്റ് എന്ന വിശ്വാസം വരാത്ത പോലെ ഷിയാൻ ഇപ്പോഴും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ നോട്ടം കണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ ഡെസ്ക്മേറ്റ് ആയിരിക്കുമെന്ന് എന്നവൻ പറയുന്നു. നിനക്കെങ്ങനെയാണ് എൻ്റെ അത്ര മാർക്ക് കിട്ടിയത്? നീ എനിക്ക് വേണ്ടി മനഃപൂർവ്വം ഉത്തരങ്ങൾ തെറ്റിച്ചതാണോ എന്നവൾ ചോദിക്കുന്നു.
ശരിക്കും അതുതന്നെയായിരുന്നു സംഭവിച്ചത്. ഷിയാൻ്റെ പരീക്ഷ സമയത്തെ അവസ്ഥ കണ്ടപ്പോൾ അവൾ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നവൻ ഊഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയാക്കി എഴുതിയ ഉത്തരങ്ങൾ കുറേ അവൻ മായ്ച്ചു കളയുന്നു. ചിലതൊന്നും ആൻസർ ചെയ്തതുമില്ല. നിന്റെ മാർക്ക് എത്രയായിരിക്കും എന്നെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ മനഃപൂർവ്വം ഉത്തരങ്ങൾ തെറ്റിച്ചതാണ് എന്നവൾക്ക് മനസ്സിലാകുന്നു. നീ ശരിക്കും എനിക്ക് വേണ്ടി തോറ്റതാണല്ലേ എന്നവൾ ചിരിയോടെ ചോദിച്ചപ്പോൾ അവൻ ചമ്മലോടെ നിന്റെ ഡെസ്ക്മേറ്റ് ആകാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നല്ലേ, വാക്ക് പാലിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുന്നു. ഷിയാൻ്റെ മുഖത്ത് തെളിച്ചം ഒന്ന് കാണേണ്ടതായിരുന്നു. നിന്റെ സഹായം കൊണ്ട് എനിക്ക് മാത്സ് പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ വീക്കെൻഡിൽ ഞാൻ നിനക്ക് ചിലവ് ചെയ്യാമെന്ന് അവൾ പറയുന്നു. എനിക്ക് സമയമുണ്ടോ എന്ന് നോക്കട്ടെ എന്നവൻ ജാടയിൽ പറയുന്നുണ്ട്. വീക്കെൻഡിൽ അത്യാവശ്യം നന്നായി തന്നെ അവൾ അവനെ ട്രീറ്റ് ചെയ്യുന്നു. ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ എൻ്റെ മാത്സ് ലെസൺ പഠിക്കാൻ നീ എന്നെ കുറേ സഹായിച്ചതല്ലേ, ഞാൻ എൻ്റെ നന്ദി ശരിക്കും കാണിക്കണ്ടേ. മാത്രമല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് എന്നവൾ പറയുന്നു. അവളുടെ ബർത്ത്ഡേ ആണെന്ന് അവൻ അപ്പോഴാണ് അറിഞ്ഞത്. ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്നവൻ ചോദിക്കുന്നു. ഒന്നും വേണ്ട എന്നവൾ പറയുന്നുണ്ട്. നിന്നെ ഞാൻ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ അവളെയും കൊണ്ട് ഒരു പ്ലാനറ്റോറിയത്തിലേക്ക് പോകുന്നു. അവിടുത്തെ നടത്തിപ്പുകാരൻ അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ അദ്ദേഹം അടുത്തേക്ക് വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങി സിയ ഷിയാനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അവിടെ കമ്പ്യൂട്ടറിൽ അവൻ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നീ എന്തിനാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നവൾ ചോദിക്കുന്നു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, പറയാം എന്നവൻ പറയുന്നു. വെറുതെ നിൽക്കുന്ന കൂട്ടത്തിൽ നീ എന്തുകൊണ്ടാണ് വീണ്ടും എൻ്റെ ഡെസ്ക്മേറ്റ് ആവാൻ ആഗ്രഹിച്ചത് എന്നവൾ ചോദിക്കുന്നു. അങ്ങനൊരു ചോദ്യം ആ സമയത്ത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ മുഖമുയർത്തി അവളെ നോക്കി നിൽക്കുന്നുണ്ട്. സിയ ഇപ്പോൾ തന്നെ പുകഴ്ത്തി പറയും എന്ന പ്രതീക്ഷയിൽ ഷിയാൻ നിൽക്കുമ്പോൾ അവളുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് നീ ഒരു മണ്ടി ആയതുകൊണ്ടാണ് എന്നവൻ പറയുന്നു. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ തനിച്ച് നിന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞവൾ പിണങ്ങിപ്പോകാൻ തുടങ്ങിയെങ്കിലും അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് നീ എൻ്റെ ഡെസ്ക്മേറ്റ് ആയിരിക്കുമ്പോൾ എനിക്കൊട്ടും പ്രഷറില്ല, എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് നിനക്കൊരു പ്രശ്നമേ അല്ല, രാത്രി എത്ര മണി വരെ ഞാൻ ഇത് പഠിച്ചു എന്ന് നീ ചോദിക്കാറില്ല, റോബോട്ടിനെ ഉണ്ടാക്കാനുള്ള മത്സരങ്ങളിലും മറ്റും ഞാൻ പങ്കെടുക്കുന്നത് എൻ്റെ സമയം പാഴാക്കൽ ആണ് എന്ന് നീ പറയാറില്ല, മൊത്തത്തിൽ നിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ നല്ല റിലാക്സ്ഡ് ആണ് എന്നവൻ പറയുന്നു. ഷിയാൻ ചിരിച്ചുകൊണ്ട് നിനക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പേടിയില്ല എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിട്ടല്ല, അതൊക്കെ ഒരു ശല്യമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നവൻ പറയുന്നു. അപ്പോഴേക്കും അവൻ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്നത് റെഡിയായിരുന്നു. അവളോട് മുന്നിലെ പ്ലാറ്റ്ഫോമിൻ്റെ നടുക്കോട്ട് കയറി നിൽക്കാൻ അവൻ പറയുന്നു. അവൾ അവിടെ കയറി നിന്നപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ എന്തോ പ്രസ് ചെയ്തപ്പോൾ മുകളിൽ കുറേ നക്ഷത്ര സമൂഹം തെളിഞ്ഞു വരുന്നു. ഷിയാൻ അത്ഭുതത്തോടെ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് നിൻ്റെ ബർത്ത്ഡേയിലെ നെബ്യുല മാപ്പാണ്, ഇത് നിൻ്റെ ലോകമാണ് എന്നവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഷിയാൻ കൗതുകത്തോടെ അത് നോക്കി കാണുന്നു. നിൻ്റെ ബർത്ത്ഡേ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ അതും അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവൾക്കൊപ്പം ചെന്ന് നിൽക്കുന്നു. ഒരിക്കലും തെളിച്ചം മങ്ങാത്ത ഒരു നക്ഷത്രമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നവൾ പറഞ്ഞപ്പോൾ ഒരു നക്ഷത്രവും മങ്ങാറില്ല, എല്ലാത്തിനും അതിൻ്റേതായ തിളക്കം എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ അവൻ വലിയ തത്വം പറയുന്നുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടെ അതിലൊക്കെ നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷംനയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.